ക്രിസ്മസിനെ കൂടുതൽ മനോഹരമാക്കുന്നത് നമ്മൾ തൂക്കുന്ന നക്ഷത്രങ്ങളോ നമുക്ക് കിട്ടുന്ന സമ്മാനങ്ങളോ ഒന്നുമല്ല. ഒരു പക്ഷേ നമ്മുടെ നല്ല ഓർമ്മകളും നമ്മുടെ നല്ല ഒത്തുചേരലുകളും ഒക്കെയാണ്. ഷെയർ എ സ്മൈൽ, സ്പ്രെഡ് ലവ്, ട്രഷർ ദ മൊമെൻറ്റ്സ്. മേഞ്ചേഴ്സ് മെലഡി എന്ന ഞങ്ങളുടെ ഒരു കുട്ടി പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഒത്തിരി സ്വാഗതം. ഇന്ന് നമ്മളായിരിക്കുന്നത് കപ്പൂച്ചിൻ വിദ്യാഭവനിലാണ്, ഏറ്റുമാനൂരുള്ള. കപ്പൂച്ചിൻസിൻ്റെ തിയോളജി പഠിക്കുന്ന സ്ഥലമാണിത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ തന്നെ പരിചിതമായ കുറേ മുഖങ്ങളാണ് ഈ കപ്പൂച്ചിൻ ബ്രദേഴ്സ് അല്ലേ? നിങ്ങളെയൊക്കെ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ടുള്ള കുറേ പേരാണ്. അവരോടൊപ്പം ഇന്ന് ഞങ്ങളും ഉണ്ട്. ഞങ്ങൾ പ്രാർത്ഥനയും പാട്ടുമായിട്ട് ഒരുമിച്ച് ആയിരിക്കുന്ന ക്രൈസ്റ്റസ് ക്രൂ. അപ്പം ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനും എനിക്ക് തോന്നുന്നൊരു ക്രിസ്മസിൻ്റെ തുടക്കം തൊട്ട് ഒരു മംഗളവാർത്ത തൊട്ട് പിറവി വരെ ഒരുമിച്ചൊന്ന് സഞ്ചരിക്കാൻ അല്ലേ, അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും നമ്മൾ ഒരുമിച്ചുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ? തുടങ്ങിയേക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കാര്യം നമുക്ക് മംഗളവാർത്തയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഞങ്ങളെക്കാൾ നന്നായിട്ട് മംഗളവാർത്തയുടെ കാര്യങ്ങളൊക്കെ പ്രസംഗം കേട്ടും എനിക്ക് തോന്നുന്നു കൂടുതൽ തഴമ്പിച്ച ആൾക്കാർ നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ തന്നെ തുടങ്ങിക്കോ. തീർച്ചയായിട്ടും. കഴിഞ്ഞ ഞായറാഴ്ചത്തെ പ്രസംഗ വിഷയവും മംഗളവാർത്ത തന്നെയായിരുന്നു. അപ്പോൾ മംഗളവാർത്തയെക്കുറിച്ച് പറയുമ്പം എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നൊരു ചിന്ത എന്ന് പറയുന്നത് ഇതാണ്. ഈ മംഗളവാർത്ത എന്നുള്ള വേർഡിൻ്റെ മീനിങ് ഒന്ന് നോക്കാം. ആ വേർഡ് നമ്മൾ ഇംഗ്ലീഷിലേക്ക് അതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ്? മംഗളവാർത്ത, ഗുഡ് ന്യൂസ്. ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോസ്പലാണ്, സുവിശേഷം തന്നെയാണ് മംഗളവാർത്ത. അപ്പോൾ അതുകൊണ്ട് തന്നെ സുവിശേഷത്തിൽ വളരെ പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ ഒരു ഭാഗമാണ് ഈ ഒരു മംഗളവാർത്ത എന്ന് നമുക്ക് പറയാൻ പറ്റും. ഞങ്ങളെല്ലാവരും തന്നെ ഒരു പ്രീസ്റ്റ്ലി ഫോർമേഷനിലുള്ളവരാണ്. കപ്പൂച്ചിൻ വൈദികരാവാൻ, കപ്പൂച്ചിൻ സന്യാസിമാരാകാനായിട്ട് ആഗ്രഹിച്ച് ചേർന്നവരാണ്. ഞങ്ങൾ ആ ഒരു ഫോർമേഷൻ്റെ അവസാന കാലഘട്ടത്തിലായിരിക്കുന്നവരാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മംഗളവാർത്ത ഉണ്ടായിട്ടുണ്ട്. ആ മംഗളവാർത്ത എന്ന് പറയുന്നത് ഞങ്ങളെല്ലാവരും 10, 11, 12 വർഷം മുമ്പ് സ്വീകരിച്ച ആ ദൈവവിളി എന്ന് പറയുന്നൊരു മംഗളവാർത്തയാണ്. പലപ്പോഴും ഈ ദൈവവിളി എന്ന് പറയുന്നത് പലപ്പോഴും അതിനെ തെറ്റിദ്ധരിക്കാറുള്ളൊരു പദമാണ്. ഈ ദൈവം ഫോൺ എടുത്ത് നമ്മളെ വിളിച്ച് വാ മോനെ വാ മോളെ എന്ന് പറയുന്നതാണോ ദൈവവിളി? നിസ, എന്താണ് ദൈവവിളിയെക്കുറിച്ച് പറയാനുള്ളത്? ഇങ്ങനെയാണോ സംഭവം? അത് സച്ചിൻ ബ്രദർ, എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ഉള്ളൊരു ഐഡിയ ആണ്. ഈ സ്വർഗത്തിൽ നിന്ന് ദൈവം മന്ന വർഷിച്ച പോലെ, അല്ലെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് തീനാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്ന പോലെയൊക്കെയാണ് ദൈവവിളി. ഇങ്ങനെ മാതാവിൻ്റെ മുന്നിൽ മാലാക പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ പോലെയൊക്കെയാണ് ദൈവം വരുന്നതെന്നാണ് ഈ ദൈവവിളി കിട്ടുന്നത് എല്ലാവരും വിചാരിക്കണേ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ ഒട്ടുമിക്കവരുടെ ജീവിതത്തിൽ അങ്ങനെയല്ല. അങ്ങനെയുള്ളവരുണ്ടാവാം, പക്ഷെ മിക്കവരുടെ ജീവിതത്തിൽ അങ്ങനെയല്ല. ഇപ്പോൾ 10 കഴിഞ്ഞ് കൊമേഴ്സ് എടുക്കണോ സയൻസ് എടുക്കണോ എന്ന് അന്തം വിടുന്ന സച്ചിൻ ബ്രദറിനെ വിളിച്ചിട്ട് ദൈവം പറഞ്ഞിടാ മോനെ നീ നാളെ കപ്പൂച്ചി സെമിനാറിലേക്ക് വാടാ. അപ്പോൾ അങ്ങനെയാണ് ദൈവവിളി എന്ന് കരുതുന്നവരുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇരിക്കുന്ന ഈ പ്രദീപ് ബ്രദർ ഈ കലൂര് സ്റ്റേഡിയത്തിൻ്റെ അതിലും വഴി യൂണിക്കോൺ ബൈക്ക് ഓടിച്ച് ചേർന്നപ്പോൾ ഈ സാവൂളിനെ ദൈവം മറിച്ചിട്ട പോലെ ബൈക്കിൽ നിന്ന് മറിച്ചിട്ടിട്ട് നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു എന്നൊക്കെ ചോദിച്ച് അങ്ങനെ ദൈവവിളി കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഈ ദൈവവിളി എന്ന് പറഞ്ഞാൽ ഒരു സ്പാർക്കാണ്. അത് ചിലപ്പോൾ ഒരു സിനിമ കാണുമ്പോഴായിരിക്കും, ഒരു പുസ്തകം വായിച്ചപ്പോഴായിരിക്കും, ഒരു വിശുദ്ധൻ്റെ ജീവിതത്തിലും കേട്ടപ്പോഴായിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു വൈദികൻ്റെ ജീവിതം കണ്ടപ്പോഴായിരിക്കാം. ഒരു ചെറിയൊരു സ്പാർക്കാണ്. അതിങ്ങനെ പതുക്കെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. ഒരു വിത്ത് പോലെ പതുക്കെ വേരൊക്കെ പാകി പതുക്കെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. അപ്പോൾ അന്ന് മുതൽ എല്ലാവരും ഇങ്ങനെ വിശുദ്ധി ജീവിച്ച് അവസാനം സെമിനാരി ചേരുന്നെന്ന് പ്രതീക്ഷിക്കരുത്. ഞങ്ങൾ സിനിമയ്ക്ക് പോകുന്നുണ്ടാവും, അവർ കൂട്ടുകാരൊപ്പം കറങ്ങി നടക്കും, അല്ലെങ്കിൽ ഇങ്ങനെ തത്തക്കിളിയൊക്കെ പാടി നടക്കുന്ന ആൾക്കാരുടെ പുറകിലൊക്കെ നടക്കുന്നുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും എന്തോ ഒരു ശബ്ദം ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറയുന്നു, ഇതല്ല, ദിസ് ഈസ് നോട്ട് ലൈഫ്. അങ്ങനെ പറയുന്നൊരു ശബ്ദമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ദൈവവിളിനെ വ്യാഖ്യാനിക്കാം. അപ്പോൾ നമുക്കറിയാം ഇതൊരു ബേസിക് ഓപ്ഷനാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ എല്ലാവർക്കും, ഞങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾക്കുള്ളൊരു ഓപ്ഷനാണ്. ഈ ദൈവവിളിയെ കുറിച്ച് പറയുമ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആരുടെ ഈ ദൈവവിളി നമ്മൾ ശ്രദ്ധിക്കുക. അത് ദൈവവിളി എപ്പോഴും സന്യാസ ജീവിതമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഞാനത് ബ്രദറിനോട് ചോദിക്കാൻ വരുമായിരുന്നു. ഇപ്പം എല്ലാവരും ദൈവവിളി എന്ന് പറയുമ്പോൾ അതൊരു തെറ്റിദ്ധാരണയുണ്ട്. ദൈവവിളി എന്ന് പറയുന്നത് സന്യസ്തത്തിലേക്ക് മാത്രമുള്ളൊരു, ഈ കുടുംബജീവിതത്തിലേക്കുള്ള വിളിയും ദൈവവിളി തന്നെയാണല്ലോ. അപ്പോൾ ദൈവവിളി എന്ന് പറയുന്നത് ഈ ഒരു സന്യസ്ത ജീവിതം മാത്രമല്ല. നിങ്ങൾക്ക് ദിസ് ഇസ് നോട്ട് ലൈഫ് വേറൊരു ഇതുണ്ട്. ദിസ് ഇസ് ലൈഫ് എന്ന് പറയുമ്പോൾ ഞങ്ങളോട് ദിസ് ഇസ് ഇറ്റ് എന്ന് പറയുന്ന ഒരു ദൈവവിളിയും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതിനെക്കുറിച്ചും കൂടെ കൂടുതൽ ആൾക്കാരൊന്ന് ബോധവാന്മാരാകുന്നത് നല്ലതായിരിക്കും. എനിക്കൊന്ന്
ആ ഒരു ബോധ്യം ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. അപ്പം ഞങ്ങൾക്കും അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുണ്ട്. തീർച്ചയായും കുഞ്ഞുനാൾ മുതൽ ഞങ്ങളും വളർന്നു വരുമ്പോൾ അറിയുന്നത് നമുക്ക് എന്തെങ്കിലും സിസ്റ്റർ ആവും അല്ലെങ്കിൽ വിവാഹ ജീവിതത്തെ പറ്റി ചിന്തിക്കാവുന്നതാണല്ലോ. അപ്പം ഞങ്ങളുടെ ചിന്തകളിലും നമ്മളെപ്പോഴും വിശുദ്ധിയിൽ വളർന്നു വരുന്ന പ്രാർത്ഥിച്ച് ഒരുക്കത്തോടെ നടക്കുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പം മഠത്തിലേക്കല്ലേ എന്ന് ചോദിക്കും എന്ന് ഇത്തിരി ഇൻട്രസ്റ്റഡ് ആയി നമ്മൾ ലോകത്തിൻ്റെതായ കാര്യങ്ങളിലോട്ട് കുറച്ചും കൂടെ മുഴുകിയിരിക്കുന്നവരെ ഉറപ്പിച്ചു വിവാഹ ജീവിതത്തിലായിരിക്കും എന്ന്. എങ്ങനെയാണേലും നമ്മൾ ഓരോരുത്തരും സ്വയമായിരിക്കും പലപ്പോഴും വിലയിരുത്തേണ്ടി വരുന്നത് നമ്മളുടെ ഏത് ചോയ്സിലോട്ട് എത്തിച്ചേരണം എന്നുള്ളത്. ആ ഒരു ചോയ്സ് തിരിച്ചറിയുന്നിടത്താണല്ലോ ദൈവവിളി എന്ന് എനിക്ക് എന്താണ് വേണ്ടതെന്ന് ഞാൻ തിരിച്ചറിയേണ്ടതല്ലേ. അപ്പം നേരത്തെ ബ്രദർ പറഞ്ഞ പോലെ നമ്മൾ ചുറ്റുമുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ചിലപ്പോൾ നമ്മുടെ പിയർ ഗ്രൂപ്പ്സ് നിന്നായിരിക്കാം, നമ്മുടെ വായിച്ചു പോകുന്ന പുസ്തകങ്ങളിലൂടെ ആയിരിക്കാം, നമ്മൾ ലൈഫിൽ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്നായിരിക്കാം. പക്ഷേ ഇത് ഏത് പോയിന്റിലാണ് ഇത് തന്നെയാണ് എനിക്ക് വേണ്ടത് എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നിങ്ങളെങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഇപ്പം നമ്മുടെ നിസിൻ ബ്രദർ പറഞ്ഞ പോലെ തന്നെ ഒരു ശക്തമായ തോന്നലാണത്. നമ്മൾ ഈ ഫെയ്ത്തിന് കൊടുക്കുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ട്. കീർക്കഗാർഡ് എന്ന് പറയുന്നൊരു ഫിലോസഫർ പറയുന്ന ഒരു ഡെഫിനിഷനാണ്. ഫെയ്ത്ത് ഈസ് എ ലീപ്പ് ഇൻ ടു ഡാർക്ക് എന്ന് പറയാം. ഒരു ഇരുട്ടിലേക്കുള്ള ഒരു എടുത്തുചാട്ടമാണിത്. ഇതും അതുപോലെ ഒരു എടുത്തുചാട്ടമാണ് ശരിക്കും പറഞ്ഞ ദൈവവിളി എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ശക്തമായ ഒരു ചോദനയെ, ശക്തമായിട്ടുള്ള ഒരു പ്രചോദനത്തെ, ഉള്ളിലുള്ള ഒരു ശക്തമായ ചിന്തയെ നമ്മൾ കണ്ണു അടച്ചങ്ങ് ഫോളോ ചെയ്യണം. അത് തന്നെയാണല്ലോ വിശ്വാസം എന്ന് പറയുന്നത്. കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവും പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഒരു വിശ്വാസമാണ്. അപ്പം നമ്മൾ മുന്നിൽ ഉള്ള എല്ലാ വഴിയും വ്യക്തമായി കണ്ടിട്ടോ ബോധ്യപ്പെട്ടിട്ടോ ഒന്നുമല്ല നമ്മൾ ഈ ഒരു ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. ദൈവം എന്നെ വിളിച്ചു എന്ന് നമ്മൾ മനസ്സിലങ്ങ് ഉറപ്പിക്കുകയാണ്. ഇതാണ് എൻ്റെ ജീവിതമെന്ന് നമ്മൾ മനസ്സിലങ്ങ് ഉറപ്പിക്കുകയാണ്, അങ്ങ് ഇറങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നത് എല്ലാവരുടെയും. തീർച്ചയായിട്ടും നമ്മുടെ ഈ മറിയത്തിന് ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ പറയുമ്പോഴേ അത് ശരിക്കും ഒരു ആരംഭമാണ്, ഒരു ജീവിതത്തിൻ്റെ ആരംഭം. ശരിക്കും ദൈവവിളിയൊക്കെ പറയുമ്പോൾ അവൻ സെമിനാരി ചേർന്നു, അതോടെ കഴിഞ്ഞു എന്നാണ് പലരും വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ അവളുടെ കല്യാണം കഴിഞ്ഞു, അതോടെ തീർന്നു. പക്ഷെ അത് തീരില്ല, അത് തുടക്കമാണ്, അതൊരു ആരംഭമാണ്. ഇനി അവിടെ നിന്ന് എന്തെന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഇപ്പം നിങ്ങളൊരു നല്ലൊരു വിവാഹ ജീവിതം സ്വപ്നം കണ്ട് കല്യാണത്തിലേക്ക് പ്രവേശിച്ചവരായിരിക്കും. അപ്പോൾ ഇനി എന്തെന്നറിയില്ല. നാളെ മുതൽ അയാൾ എങ്ങനെയായിരിക്കും, നാളെ മുതൽ എൻ്റെ ജീവിതം എങ്ങനെയൊക്കെ, അപ്പോൾ ഞങ്ങൾക്കും അറിയില്ല നാളെ മുതൽ ഞാൻ എന്ത്. ഇപ്പം ഞാൻ ഇന്ന കോഴ്സ് പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇന്ന ജോലി കിട്ടിയാലെന്ന് എനിക്ക് ആഗ്രഹിക്കാം. പക്ഷെ ഞാൻ ഇവിടെ വരുമ്പോൾ നാളെ എൻ്റെ ജീവിതമുണ്ട്, അല്ലെങ്കിൽ അടുത്ത കൊല്ലം ഞാൻ ആരായിരിക്കും, അങ്ങനെ ഒരു ഉറപ്പ് നമുക്കില്ല. ഈ ഫെയ്ത്ത് ലീപ്പിൻ്റെ ഡാർക്ക് എന്നൊക്കെ പറഞ്ഞ പോലെ നമുക്കൊരു ആരംഭം, ഫസ്റ്റ് ചുവട് ദൈവം തെളിച്ചു തന്നിട്ടുണ്ട്. ആ പാതയിലൂടെ പോവുക, ഒരു വിശ്വാസത്തിൽ ഉറച്ചങ്ങ് പോകാമെന്ന് എനിക്ക് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ ദൈവവിളിയെക്കുറിച്ച് പറഞ്ഞത് നിങ്ങളുടെ ജീവിതവും അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞല്ലോ. അതായത് ഈ ദൈവവിളി ഒരാളുടെ ലൈഫ് ചോയ്സാണ്. ഇപ്പം ഞാൻ തിരഞ്ഞെടുത്തു എൻ്റെ വഴി ഇതാണ്, നിങ്ങൾ തിരഞ്ഞെടുക്കുന്നു നിങ്ങളുടെ വഴി ഇതാണ്. ഒന്നൊന്നിന് മുകളിലോ ഒന്നൊന്നിന് താഴെയല്ല. പക്ഷേ ബേസിക് ആയിട്ടുള്ള ആ ചോയ്സ് എല്ലാവരുടെയും സെയിം ആയിട്ടാണ് വിശ്വസിക്കുന്നത്. എനിക്ക് ബ്രദർ പറഞ്ഞു നിർത്തിയെടുത്താണ് ബേസിക് ലൈഫ് ചോയ്സ് ആണെന്ന് പറഞ്ഞതേ. ശരിക്കും നമ്മുടെ ബേസിക് ലൈഫ് ചോയ്സ് തന്നെയാണ്. പക്ഷേ നമ്മൾ ഈ സന്യാസ ജീവിതത്തെ മാത്രം ദൈവവിളി എന്ന് കാണുന്നിടത്താണ് ഈ പ്രശ്നം വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം ഇതിനകത്ത് എല്ലാത്തിനകത്തും വിവാഹ ജീവിതത്തിലാണെങ്കിലും സന്യാസ ജീവിതത്തിലാണെങ്കിലും രണ്ടിലും ദൈവത്തിൻ്റെ ഒരു സ്പർശനം അല്ലേ, അത് ഭയങ്കര എവിഡൻ്റ് ആണ്. എന്നോട് 10ാം ക്ലാസ്സിലെ വേദപാഠം പഠിപ്പിച്ച ടീച്ചർ പറഞ്ഞത് ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. ഇപ്പം തൊട്ടേ പ്രാർത്ഥിക്കണം, കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞത്. അതെന്നെ എന്തുകൊണ്ടോ അന്ന് തൊട്ടേ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന പലപ്പോഴും നമ്മളെ പല കാര്യത്തിലും സഹായിച്ചതുപോലെ തോന്നിയിട്ടുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിലും എനിക്കറിയത്തില്ല അന്ന് തൊട്ടൊക്കെ പ്രാർത്ഥിച്ച ആൾക്കാരൊക്കെ ഉണ്ടോ എന്നൊക്കെ. പക്ഷെ നമ്മളെ കാണുന്നവർക്കൊക്കെ ഇതൊരു ചെറിയ ടിപ്പായിട്ടെങ്കിലും ഇരിക്കട്ടെ അല്ലേ. പ്രാർത്ഥന നമുക്ക് ഭയങ്കര ഒരു ആവശ്യമുള്ള കാര്യമാണ് ഒരു ലൈഫ് ചോയ്സ് എടുക്കുമ്പോൾ. ഏത് വിളിയിലേക്ക് കടക്കുമ്പോഴും പ്രാർത്ഥനയിലായിരിക്കുക, ഒരുങ്ങിയിരിക്കുക എന്നുള്ളൊരു ഇതുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇത്രയും പാട്ടുകാർ ഇവിടെ ഇരുന്നിട്ട് ഒരു പാട്ടെങ്കിലും പാടിയില്ല, ശരിയല്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഒരു പാട്ട് പാടിയാലോ? പാടില്ലേ? ഞങ്ങൾ റെഡി. സ്നേഹനായകരാ
ഓർമ്മയേകിടാനായി സ്നേഹത്തിൻ ദീപമായി രാജാക്കളെത്തുന്നു പുണ്യരാവിതിൽ. ഓർമ്മയേകിടാനായി താരകങ്ങൾ മിന്നിടുന്നേ, മാലോകർ പാടിടുന്നേ, മഞ്ഞുമൂടും രാത്രിയിലായി രാജരാജനെ. താരകങ്ങൾ മിന്നിടുന്നേ, മാലോകർ പാടിടുന്നേ, മഞ്ഞുമൂടും രാത്രിയിലായി രാജരാജനെ. ബേത്ലഹേമിലെ താഴ്വരയിൽ മഞ്ഞു പെയ്യുമി പുൽക്കൊടിലിൽ, പാതിരാവിലെ പൊൻകുളിരിൽ സ്നേഹനായകനാഗതനായി. ബേത്ലഹേമിലെ താഴ്വരയിൽ മഞ്ഞു പെയ്യുമി പുൽക്കൊടിലിൽ, പാതിരാവിലെ പൊൻകുളിരിൽ സ്നേഹനായകനാഗതനായി. താരകങ്ങൾ മിന്നിടുന്നേ, മാലോകർ പാടിടുന്നേ, മഞ്ഞുമൂടും രാത്രിയിലായി രാജരാജനെ. താരകങ്ങൾ മിന്നിടുന്നേ, മാലോകർ പാടിടുന്നേ, മഞ്ഞുമൂടും രാത്രിയിലായി രാജരാജനെ. ഈ മംഗളവാർത്തയെക്കുറിച്ച് ചിന്തിക്കുമ്പം ആ മംഗളവാർത്ത ആ ഒരു വാക്കിൽ തന്നെ മാതാവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ നോക്കുമ്പോഴേ ഒരു കോൺട്രഡിക്ഷൻ കിടപ്പുണ്ട്. കാരണം മംഗളവാർത്ത ഭയങ്കര സന്തോഷമുള്ളൊരു വാർത്ത, പക്ഷേ മാതാവിൻ്റെ ലൈഫ് പിന്നീട് അങ്ങോട്ട് ഈ മംഗളവാർത്ത സ്വീകരിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള മാതാവിൻ്റെ ലൈഫ് നോക്കുമ്പോൾ ഒട്ടും മംഗളകരമല്ലായിരുന്നു. ഒത്തിരി സങ്കടങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പലായനം, ഭയങ്കര ദാരിദ്ര്യം എല്ലാം കടന്നു വരുന്നുണ്ട്. ശരിക്കും നമ്മുടെയൊക്കെ ലൈഫിൽ അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. ഇപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ലഭിച്ച മംഗളവാർത്ത എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വൊക്കേഷനാണ്, ഞങ്ങളുടെ ദൈവവിളിയാണ്. ഒത്തിരി വിഷമങ്ങൾ, വേദനകളൊക്കെ ഈ ഒരു ദൈവവിളി സ്വീകരിക്കുന്ന വഴിയായിട്ട് ഞങ്ങൾ ഓരോരുത്തരും അനുഭവിച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു ഓർമ്മ എൻ്റെ മനസ്സിലുള്ളതെന്ന് പറഞ്ഞാൽ, നാളെയാണ് സെമിനാരിൽ ചേരേണ്ട ദിവസം. 12 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. നാളെയാണ് സെമിനാരിൽ ചേരേണ്ട ദിവസം. അപ്പോൾ രാത്രി ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പം മമ്മി ഇങ്ങനെ സാധാരണ പോലെ എല്ലാ ദിവസവും കഞ്ഞി വിളമ്പി തരുന്നു, കറിയൊക്കെ വിളമ്പി തരുന്നു. ഇങ്ങനെ മമ്മി ഒന്നും സംസാരിക്കുന്നില്ല. എന്താ സംസാരിക്കാത്തത് ഞാനിങ്ങനെ മമ്മിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. പെട്ടെന്ന് മമ്മി ഒരു പൊട്ടിക്കരച്ചിലാണ്. ഞാനിത് കണ്ട് വളരെ ഷോക്കായിപ്പോയി. എന്നിട്ട് ഞാൻ എന്താ പറ്റി എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് മമ്മി പറയാണ്, വിഷമം കൊണ്ടൊന്നുമല്ല, സന്തോഷം കൊണ്ടുള്ള കരച്ചിലാണ്, സന്തോഷം കൊണ്ടാണ് കരയുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു നാളെ സെമിനാരിൽ പോകേണ്ട എനിക്ക് ഉള്ളിൽ ഭയങ്കര ഒരു വേദനയാണ്. അതുപോലെ തന്നെ നമ്മൾ ജനിച്ച് വളർന്ന നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ അയൽപക്കങ്ങൾ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ സ്വന്തം നാട്, നമ്മുടെ വീട്, നമ്മുടെ മുറി എല്ലാം നമുക്കൊരു ദിവസം കൊണ്ട് മിസ്സാവുകയാണ്. അപ്പോൾ ഒരു ശരിയായിട്ടൊരു പറിച്ചു നടൽ അവിടെ നടക്കുവാണ്. നമ്മൾ ഒരു 10-15 വയസ്സ് വരെ ജീവിച്ച ഞങ്ങളൊക്കെ മിക്കവരും 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് ജോയിൻ ചെയ്തവരാണ്. അപ്പോൾ ആ ഒരു സാഹചര്യങ്ങളിൽ നമ്മൾ പറിച്ചു മാറ്റപ്പെട്ട് പുതിയൊരിടത്ത് നമ്മൾ നടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ലൈഫിൽ ഏകദേശം ഇതുപോലെ എൻ്റെ കൂട്ടുകാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം എൻ്റെ കൂടെ 10th വരെ പഠിച്ച ഗേൾസ് ആയിട്ടുള്ള കുട്ടികൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പം വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ഒരു ആശങ്ക എന്ന് പറയുന്നത് ഇതാണ്: അച്ഛനെയും അമ്മയും വിട്ടുപോകണം, അവരുടെ ഒരു കംഫർട്ട് സോൺ എന്നൊക്കെ പുറത്തേക്ക് കിടക്കണം. അത് ഓർക്കുമ്പോൾ വല്ലാത്തൊരു പേടിയാണ്. എൻറ്റയർലി സ്ട്രെയിഞ്ച് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്കാണ് കടന്നു ചെല്ലുന്നത്. അതിനെക്കുറിച്ച് എന്താണ്? അതെ, ആ പറഞ്ഞത് വളരെ ശരിയായി. ആ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഞങ്ങളും നിങ്ങളും ഏകദേശം ഒരേ തുല്യതയാണ്. നമ്മളും ഇത്രയും നാൾ നിന്നിരുന്ന സാഹചര്യത്തിൽ നിന്ന് മാറുന്നു. നമുക്കൊരു കൂടിപ്പോയാൽ നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരാളായിട്ട് മാത്രമേ നമുക്കൊരു കുറച്ചെങ്കിലും നമുക്കിപ്പോൾ ഒരു പരിചയം കാണുള്ളൂ. ബാക്കിയുള്ള സാഹചര്യങ്ങൾ എല്ലാം വ്യത്യസ്തമാണ്. നമുക്കത് ഒന്ന് തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു, ഈവൻ ഇഫ് നമ്മുടെ വിവാഹ ജീവിതമാണ് നമ്മുടെ ദൈവവിളി എന്ന് അറിഞ്ഞാൽ പോലും വീണ്ടും അതിൽ ചോയ്സസ് ആണ്. ഇതിലാരെ വേണം എന്നൊരു ചോയ്സ് നമുക്ക് വീണ്ടും സംശയമാണ്. വീട്ടുകാർക്കുള്ള ഒരു ധാരണയോ അല്ലെങ്കിൽ അവരുടെ ഒരു കൺസെപ്റ്റോ ആയിരിക്കില്ല നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്നത്. അപ്പം അവരൊരു രീതിക്ക് പറയും, നമുക്ക് ചിലപ്പോൾ അത് തീരെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷേ നമ്മൾ ആ പ്രാർത്ഥനയിൽ നമ്മൾ പിടിച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ ഒന്ന് പോയതാണെങ്കിൽ പോലും വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് അത് തന്നെ വരികയും ചെയ്യും. അപ്പം നമ്മളാകെ ദൈവത്തിൽ ആശ്രയിക്കുക, നല്ലോണം നമ്മൾ പ്രാർത്ഥിക്കുക. ഈ പറഞ്ഞ പോലെ ബിടെക് പഠിച്ച സമയത്താണ് എന്നോട് ഒരാളിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കണം. അപ്പം മുതലേ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു ദൈവാശ്രയ ബോധത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ആ ഒരു സാഹചര്യങ്ങൾ നേരിടാനും അതിനുള്ള കുറച്ചും കൂടെ ഒരു ധൈര്യം, അല്ലെങ്കിൽ എല്ലാം നന്നായി ചൂസ് ചെയ്ത് പോകും. അത് എല്ലാം ദൈവത്തിൽ അർപ്പിച്ച് ചെയ്യുക എന്നൊരേ ഉള്ളൂ. ഈ പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കുഞ്ഞു കാര്യം ഓർത്തു പോകുന്ന ഇതാണ്. എനിക്ക് ലഭിച്ച ഒരു കുഞ്ഞു പ്രാർത്ഥനയാണ്.
ഇങ്ങനെ ഞാൻ മൂന്നാം ക്ലാസ് കഴിഞ്ഞുള്ള ആ ഒരു വെക്കേഷനാണ് ആദ്യ കുർബാന സ്വീകരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യ കുർബാനയ്ക്ക് ഒരുക്കിയ 2 സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു സിസ്റ്റർ ഒരു ചെറിയൊരു കാർഡ് എനിക്ക് തന്നു. ഒരു മഞ്ഞ കളറുള്ള കാർഡ്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതിലിങ്ങനെ ഉണ്ണി ഈശോ ഒരു കുഞ്ഞ് ആടിനെയും കൊണ്ട് പോകുന്നൊരു ചിത്രമുണ്ട്. എന്നിട്ട് ദൈവവിളിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു എല്ലാ ദിവസവും ഈ പ്രാർത്ഥന ചൊല്ലണം എന്ന് പറഞ്ഞു. ഞാൻ അന്ന് മുതൽ 10ാം ക്ലാസ് വരെ ഏകദേശം ഒരു 7 വർഷത്തോളം എന്നും വൈകുന്നേരം വീട്ടിൽ കൊന്തവല്ലി കഴിഞ്ഞിട്ട് ഈ ഒരു പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ വലിയ താല്പര്യത്തോടെ ഒന്നുമല്ല ചൊല്ലുന്നത്, ചിലപ്പോൾ മെക്കാനിക്കലായിട്ടായിരിക്കും ചൊല്ലുക. പക്ഷേ എല്ലാ ദിവസവും ആ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. എനിക്ക് തോന്നുന്നു പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞപ്പോൾ പ്രാർത്ഥന എനിക്ക് തോന്നുന്ന എൻ്റെ ദൈവങ്ങളിൽ പലപ്പോഴും വഴിമാറിയൊക്കെ പോകുന്ന സാഹചര്യങ്ങളിലൊക്കെയും നമ്മളെ ഈ ഒരു ദൈവത്തോടും ഈ നമ്മളെ ദൈവത്തിൻ്റെ പദ്ധതിയോടൊക്കെ ചേർത്ത് നിർത്തിയത് ഈ ഒരു പ്രാർത്ഥനയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് കാര്യമാണ്. പ്രാർത്ഥനയെ പറ്റി പറഞ്ഞപ്പം ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥന തന്നെയാണ് നമ്മുടെ ഓരോ ദൈവവിളിയുടെയും അല്ലെങ്കിൽ ഏതൊരു ജീവിതത്തിൻ്റെ അടിസ്ഥാനം. അത് കുറച്ചുകൂടെ മനസ്സിലാക്കിയ ഒരു സമയമാണ് ഈ ഒക്കെ സ്വീകരിച്ച് ഈ സെമിനാരി ജീവിതത്തിലേക്ക് വന്നത്. പിന്നെ പണ്ടൊക്കെ ആണെങ്കിലും നമ്മൾ ചെറുപ്പത്തിൽ പ്രാർത്ഥിക്കാൻ വീട്ടിൽ നിന്ന് പറഞ്ഞാലും അത് പ്രാർത്ഥിക്കാൻ അത്ര ഒരു ഇൻട്രസ്റ്റ് ആയുള്ള കാര്യമൊന്നുമല്ല. കുരിശ് വരയ്ക്കുമ്പോൾ നമ്മളൊന്ന് ഉറങ്ങിപ്പോകുന്ന സാഹചര്യങ്ങൾ, അത് പ്രാർത്ഥനയ്ക്ക് അത്രമാത്രം ഒരു വില നമ്മൾ കൊടുത്തിട്ടില്ല. പക്ഷേ പ്രാർത്ഥനയാണ് ഈ ജീവിതത്തിന് ഏറ്റവും നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരു ഘടകം എന്ന് മനസ്സിലാക്കിയ കുറച്ച് നാളുകളും ഒരുപാട് അനുഭവങ്ങളും കിട്ടിയ സമയമായിരുന്നു സെമിനാരി ചേർന്ന് കാലഘട്ടം. അത് വീട്ടിലൊക്കെ കാര്യം ഓർക്കുമ്പം രാവിലെ മമ്മിയും അല്ലെങ്കിൽ പപ്പ രാവിലെ വിളിച്ചെഴുന്നേപ്പിച്ചാണ് പള്ളിയിൽ പോകുന്നത്. താല്പര്യം ഉണ്ടായിട്ടല്ല, എല്ലാ ദിവസവും പള്ളിയിൽ പോകുമെങ്കിലും അവരന്ന് പള്ളിയിലേക്ക് കൊണ്ടുപോയതിൻ്റെ വലിയൊരു അനുഗ്രഹം ജീവിതത്തിൽ ഉണ്ട് എന്ന് പിന്നീടാണ് മനസ്സിലാക്കിയത്. അത് പിന്നീട് അങ്ങോട്ട് സെമിനാരി ചേരുന്നതിന് മുമ്പ് ഇങ്ങനെ ചിന്തിച്ചിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ, സെമിനാരി ചേരുമ്പം എല്ലാം നല്ലതായിരിക്കും, പുതിയൊരു ജീവിതത്തിലേക്ക് പോവുകയാണ്, പുതിയ കാര്യങ്ങളാണ്, ഇനിയിപ്പോൾ എല്ലാം ഒന്നിനും തുടങ്ങണം. പക്ഷെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് പ്രശ്നങ്ങളും നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് വേറെ രീതിയിൽ സ്വഭാവമുള്ള ആൾക്കാരെ കാണുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും അവിടെയൊക്കെ തമ്പുരാൻ തന്ന ചെറിയ കരുത്താണ് പിടിച്ചു നിർത്തിയതും അതുപോലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചതും. അതുപോലെ തളർന്നു പോകുന്ന ചില നിമിഷങ്ങൾ, അതൊരു പതർച്ചകളും ഒരു താഴ്ചകളൊക്കെ ഏതൊരു ജീവിതത്തിലും ഉണ്ട്. അവിടെയൊക്കെ കർത്താവിനെ ആശ്രയിച്ചപ്പോൾ ലഭിച്ച ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വലുതാണ്. അത് ഫിലോസഫി പഠിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ചെറിയൊരു എക്സ്പീരിയൻസ് ഇങ്ങനെ പറയുകയാണെങ്കിൽ, ഫിലോസഫി പഠിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ അലട്ടിയ ഒരു ബുദ്ധിമുട്ടായിരുന്നു തലവേദനയുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യും, എങ്ങനെ ഇതിന്ന് തരണം ചെയ്യും? അപ്പോൾ ഇങ്ങനെ റെക്ടറേഷൻ അച്ഛൻ പറഞ്ഞു, ഇങ്ങനെ തലവേദനയായിട്ട് ഇങ്ങനെ സ്ഥിരം നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ആണെങ്കിൽ എന്തെങ്കിലും അതിലൊരു പ്രതിവിധി കണ്ടെത്തണം, അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പഠനത്തിൽ അതുപോലെ മറ്റ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഒരു പിടുത്തവുമില്ല, ഒരെത്തും പിടിയില്ല. അപ്പം ഇങ്ങനെ സ്ഥിരം പ്രാർത്ഥിക്കുമായിരുന്നു, ഇങ്ങനെ തലവേദന മാറണം അല്ലെങ്കിൽ മൈഗ്രെയിൻ മാറണമൊക്കെ സ്ഥിരം പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ എന്നാലും ഒരു ഉത്തരം കിട്ടുന്നില്ല. അപ്പോൾ കർത്താവ് ഇത് എൻ്റെ വിളിയല്ലേ, അപ്പോൾ പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ ഒന്ന്. അങ്ങനെ ഒരു ധ്യാനം നമ്മുടെ ഒരു അച്ഛൻ്റെ ധ്യാനം, ഒരു കരിസ്മാറ്റിക് ധ്യാനം അവിടെ നടക്കുക. അപ്പം ആ ധ്യാനത്തിൽ ആകെ ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, ഈ തലവേദന എങ്ങനെയെങ്കിലും ഒന്ന് മാറിക്കിട്ടണം. അപ്പം 5 ദിവസം ധ്യാനമാണ്. എല്ലാ ദിവസവും ആരാധനയ്ക്ക് വൈകുന്നേരം അച്ഛൻ ഓരോ ആരാധനേൻ്റെ അവസാനത്തെ ആശീർവാദത്തിന് മുമ്പ് അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഇത്ര പേര് ഇങ്ങനെ സുഖപ്പെട്ടു, അല്ലെങ്കിൽ ദൈവവിളിയിൽ കുറച്ചുകൂടെ ഉറച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട് കുറച്ച് പേർക്ക്. അപ്പം ഞാനിങ്ങനെ പ്രതീക്ഷിക്കുക, ഇന്ന് എൻ്റെ പേരായിരിക്കും പറയുക. പക്ഷേ 4 ദിവസം കഴിഞ്ഞു, ഒരു റിസൾട്ടും ഇല്ല. 5ാമത്തെ ദിവസം അവസാനത്തെ ദിവസം എങ്കിലും ഉറപ്പാ ഇത് സുഖപ്പെടും എന്നൊരു വിശ്വാസം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ ഉള്ളിലുണ്ട്. 5ാമത്തെ ദിവസം ആരാധനയും കഴിഞ്ഞു, അന്നും പറഞ്ഞില്ല. അന്ന് ഉറപ്പായി ദൈവം ഇതൊന്നും കാണുന്നില്ലേ. അന്ന് പിന്നെ അങ്ങനെ ധ്യാനം എല്ലാം കഴിഞ്ഞ് ആ ധ്യാനത്തിൽ ഞങ്ങൾക്ക് കൗൺസിലിംഗ് തന്ന കുറച്ച് പ്രേക്ഷിതരുണ്ടായിരുന്നു. ആ പ്രേക്ഷിതരിങ്ങനെ പോകാൻ നേരത്ത് ആളെ ഒരു ബൈ ചാൻസിൽ കാണാൻ ഇടയായി. അപ്പോൾ ആളിങ്ങനെ ചോദിച്ചു എന്നോട്, ചുമ്മാ വർത്താനം പറഞ്ഞപ്പോൾ ആളെന്നോട് ചോദിച്ചു, തലവേദന ഉണ്ടല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഭയങ്കര വണ്ടറായി പോയി. അപ്പോൾ ഇത് ഇങ്ങനെ ചോദിച്ചേ? അപ്പം എന്നോട് പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, ദൈവം എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു 7 വർഷം, അതായത് ഫിലോസഫി 5, 6, 7 വർഷക്കാലമാണ്. അപ്പോൾ ഈ 7 വർഷക്കാലം ഞാൻ എൻ്റെ ഒരു പ്രാർത്ഥന, എപ്പോഴും ഉള്ള പ്രാർത്ഥന, ഈ തലവേദന ഒന്ന് മാറ്റിക്കെട്ടണമെന്നാണ്. അപ്പോൾ ഈ 7 വർഷവും അത് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നൊരു ചിന്ത എന്ന് പറഞ്ഞാൽ ദൈവം കേൾക്കുന്നില്ല എന്നാണല്ലോ. പക്ഷേ എല്ലാത്തിലും ദൈവം നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ കൃപകളും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ദൈവം അറിയുന്നുണ്ടെന്ന് ഉള്ളതാണ്. അപ്പം
അത്രമാത്രം പ്രാർത്ഥനയിൽ നമ്മുടെ ജീവിതം ഉറച്ചു നിൽക്കുമ്പം നമ്മുടെ ദൈവവിളിയിൽ നമുക്ക് ഒരുപാട് വളരാനും അതുപോലെ തന്നെ ദൈവവിളി ഒരുപാട് നമ്മളറിയാതെ തന്നെ തമ്പുരാൻ നമ്മളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. ഈ ഒരു എപ്പിസോഡിൻ്റെ സമയമൊക്കെ നമുക്ക് തീരാറായിട്ടുണ്ട്. അപ്പോൾ ഇനിയും കൂടുതൽ അറിയാനും പറയാനും ഒക്കെ ഒത്തിരിയുണ്ട്. പക്ഷേ ഈ ഒരു എപ്പിസോഡ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. പക്ഷെ ഒരു പാട്ട്, ഒരു പ്രാർത്ഥന അതോടെ ആവാം. ഗോശാലയിൽ പൊൻപൈതലായി ഉണ്ണി പിറന്നു ശാന്തമായി നിലാവിൽ എൻ നെഞ്ചിലും കൺകോണിലും കണ്ണീരുമായ്ക്കാനുണ്ണി പിറന്നു ആരോമൽ പൂമ്പൈതലേ എൻ കരളിനുള്ളിലെ കഥന മാറ്റുവാൻ വായോ നിൻ ഭരണമേൽക്കുവാൻ കനിവുദാസർക്കു തായോ പൊൻപൈതലായി ഗോശാലയിൽ ഉണ്ണി പിറന്നു ശാന്തമായി നിലാവിൽ നിൻമൊഴിയിൽ സ്വർലോകത്തിൻ നാൾവഴികൾ കാണുന്നു ഞാൻ പുഞ്ചിരിയാൽ പുൽക്കോടിലെ അഞ്ചിതമായി തീർത്തല്ലോ നീ പീഠമീട്ടി വന്നിതാ വാനദൂതർ മന്നിതിൽ ഉണ്ണി നിൻ പൂമുഖം കാണുവാനായി നിന്നിതാ ഹൃദയം മുഴുവൻ പാടുന്നല്ലോ രാരിരം രാരിരാരോ ഗോശാലയിൽ പൊൻപൈതലായി ഉണ്ണി പിറന്നു ശാന്തമായി നിലാവിൽ ആടുകളെ പുൽമേടതിൽ ഞാൻ മറന്നു പോന്നേനിതാ തേടുകയായി ഉണ്ണീശോയെ പാവനമാം നീയാന്തരം എന്റെ കണ്ണിൻ മുന്നിലെ ദിവ്യ സ്നേഹ നിർജ്ജരി മാത്രം പൈതലേ ആത്മസ്നേഹ തീർത്ഥമേ അധരം മുഴുവൻ സ്തുതി മാത്രമായി രാരിരം രാരിരാരോ ഗോശാലയിൽ പൊൻപൈതലായി ഉണ്ണി പിറന്നു ശാന്തമായി നിലാവിൽ എൻ നെഞ്ചിലും കൺകോണിലും കണ്ണീരുമായ്ക്കാനുണ്ണി പിറന്നു ആരോമൽ പൂമ്പൈതലേ എൻ കരളിനുള്ളിലെ കഥന മാറ്റുവാൻ വായോ നിൻ ഭരണമേൽക്കുവാൻ കനിവുദാസർക്കു തായോ പൊൻപൈതലായി ഗോശാലയിൽ ഉണ്ണി പിറന്നു ശാന്തമായി നിലാവിൽ. സ്നേഹിതാവായ നല്ല തമ്പുരാനെ, ഞങ്ങളെല്ലാം അങ്ങയുടെ കാര്യങ്ങളെ സമർപ്പിക്കുകയാണ്. ജീവിതത്തിൻ്റെ ഒരു നിമിഷത്തിൽ വെച്ചിട്ട് വ്യത്യസ്തമായ ദൈവവിളികൾ സ്വീകരിച്ച ഞങ്ങളിന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ കർത്താവെ,
അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുകയാണ്. മുന്നോട്ട് എന്താണെന്ന് ഇപ്പോഴും ഞങ്ങൾക്കറിയില്ല, എങ്കിലും അങ്ങ് ഞങ്ങളുടെ കൂടെയുള്ള വിശ്വാസത്തിൽ അമ്മമേര് നടന്ന പോലെ ഞങ്ങളും അങ്ങയുടെ ഒപ്പം നടക്കുകയാണ്. ഞങ്ങളെയും തൻ്റെ ദൈവവിളി എന്താണെന്ന് ഇതുവരെ ഉറപ്പാക്കാത്ത എല്ലാ യുവജനങ്ങളെയും ഈശോ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. മാതാവേ, അമ്മ അവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഈ ക്രിസ്മസ് കാലത്ത് അവർക്ക് അവരുടെ വിളി തിരിച്ചറിയാനുള്ളൊരു കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ പറഞ്ഞു പറയുമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈ ഒരു എപ്പിസോഡിൽ മംഗളവാർത്തയിൽ അതിനോട് നമ്മൾ കടന്നു പോവായിരുന്നു. അവസാനം പറഞ്ഞു വെച്ചപ്പോൾ സച്ചിൻ ബ്രദർ പറഞ്ഞ പോലെ ഇതൊരു പറിച്ചു നടല. മംഗളവാർത്ത, ദൈവവിളി, നമ്മുടെയൊക്കെ ജീവിതത്തിനോട് അത് ചേർത്ത് വെക്കുമ്പോൾ അതൊരു പറിച്ചു നടല. നിസൻ ബ്രദർ പറഞ്ഞ പോലെ തന്നെ ഈ പറിച്ചു നടൽ വന്നു കഴിയുമ്പം ആ ആദ്യത്തെ യെസ് മാത്രമല്ല, ഇനി അങ്ങോട്ട് ഒത്തിരി ചോദ്യങ്ങൾക്ക് ഒത്തിരി ഉത്തരം കണ്ടെത്തേണ്ട ഒരു സമയമാണ്. ഒത്തിരി യെസ്സുകൾ പറയാനുള്ള അവസരങ്ങൾ, ഒത്തിരി നോകൾ പറയാനുള്ള അവസരങ്ങളും ഒക്കെ നമുക്കുണ്ടാവും. ആ ഒരു ചിന്തകളെയൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും ഒത്തിരി നന്ദി. ഘോഷ